അപ്പോൾ അഡിറ്റീവും സബ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ആദ്യം ഒരു ലെയർ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് അടുത്ത ലെയർ, അങ്ങനെ. സബ്ട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഇനിഷ്യൽ മെറ്റീരിയൽ ഉണ്ടാവും, അതിൽ നിന്ന് റിമൂവ് ചെയ്താണ് ആ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിൽ തന്നെ വേറൊരു പോയിന്റും കൂടി പറയാൻ പറ്റും. അഡിറ്റീവിൻ്റെ കേസിൽ വേസ്റ്റ് കുറവായിരിക്കും, കാരണം ആവശ്യമുള്ള മെറ്റീരിയലാണ് നമ്മൾ ലെയർ ബൈ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷെ സബ്ട്രാക്റ്റീവിൻ്റെ കേസിൽ ഇപ്പോൾ ആദ്യം ഒരു നമുക്കൊരു സ്പിയറിക്കൽ ഷേപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ക്യൂബോയിഡൽ വർക്ക് പീസിന് എടുത്തിട്ട് അതിനെ മെഷീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നേരം ആ ഷേപ്പിനനുസരിച്ച് വേസ്റ്റിൻ്റെ എണ്ണവും മാറാം. അപ്പം അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിൽ വേസ്റ്റിൻ്റെ എണ്ണം കുറവായിരിക്കും, സബ്ട്രാക്റ്റീവിൽ അത് കൂടുതലായിരിക്കും. പിന്നെ അഡിറ്റീവിൻ്റെ കേസിൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3D പ്രിൻറ്റിങ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സബ്ട്രാക്റ്റീവിനകത്ത് ട്രഡീഷണൽ ടെക്നിക്സ് മാനുവലായിട്ട് റിമൂവ് ചെയ്യുന്നത്, ഒപ്പം CNC മെഷീനിങ്ങും ഉണ്ട്. CNCയുടെ കേസിൽ കുറച്ച് ഓട്ടോമേഷനും ഉണ്ട്. നെക്സ്റ്റ് പറയണതെന്ന് പറഞ്ഞാൽ അഡിറ്റീവ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള കുറച്ച് റഫ് സർഫേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോസ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് പോകണം. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം അഡിറ്റീവ് മാനുഫാക്ചറിങ് ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് റഫായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. സബ്ട്രാക്റ്റീവിൻ്റെ കേസിൽ ഫിനിഷിങ് പ്രോസസ്സ്, സർഫേസ് ഫിനിഷിങ് പ്രോസസ്സ് ഉണ്ട്, അല്ലാണ്ട് സ്മൂത്ത് ആക്കാനും അങ്ങനത്തെ കേസസിനൊക്കെ വേറെ വേറെ പ്രോസസ്സുകൾ ഉണ്ട്. അഡിറ്റീവിൻ്റെ കേസിൽ നമുക്ക് ഏത് കോംപ്ലക്സ് ഷേപ്പ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പിന്നെ ഹോളോ ഒബ്ജക്ട്സ് ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ സബ്ട്രാക്റ്റീവിൻ്റെ കേസിൽ ഈ പറഞ്ഞ ഷേപ്പിൻ്റെ കാര്യത്തിൽ ലിമിറ്റേഷൻ ഉണ്ടാവും, ചില ഷേപ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടായിരിക്കും. പിന്നെ അഡിറ്റീവിൻ്റെ കേസിൽ അത് സ്മോൾ ഐറ്റംസിനാണ് കൂടുതൽ സൂട്ടബിൾ, ലാർജ് ഐറ്റംസിനെക്കാളും സ്മോൾ ഐറ്റംസിനാണ് സൂട്ടബിൾ. കാരണം ഇത് നമ്മൾ ലെയർ ബൈ ലെയർ ആഡ് ചെയ്ത് പോവുക. അപ്പം സാധനം തന്നെ ചെറുതാണെങ്കിൽ കുറച്ച് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്ത് പോയി സംഭവം തീരും. പക്ഷെ വലിയൊരു ഓബ്ജക്റ്റ് വേണ്ടെങ്കിൽ നമ്മൾ കുറേ മെറ്റീരിയൽ ഇതുപോലെ ലെയർ ബൈ ലെയർ ഉണ്ടാക്കേണ്ടിയിരിക്കും. പക്ഷെ സബ്ട്രാക്റ്റീവിൻ്റെ കേസിൽ ആദ്യം തന്നെ വർക്ക് പീസ് അത്രയും വലുതെടുത്തിട്ട് അതിനെ മെഷീൻ ചെയ്തെടുക്കാനാണ് എളുപ്പം. അപ്പോൾ വലിയ വോളിയൂമിനസ് ഐറ്റം ഒക്കെ വരുമ്പോൾ നമ്മൾ സബ്ട്രാക്റ്റീവിലാണ് പ്രിഫർ ചെയ്യുക അഡിറ്റീവിനെക്കാളും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സബ്ട്രാക്റ്റീവ് ആണ് കുറച്ചും കൂടി റിലേറ്റീവ്ലി ഫാസ്റ്റ് പ്രോസസ്സ്. കാരണം അഡിറ്റീവിൽ ലെയർ ബൈ ലെയർ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വരുന്നതുകൊണ്ട് സ്ലോ പ്രോസസ്സായിട്ട് തന്നെ. പിന്നെ കമ്പാരിറ്റീവ്ലി സബ്ട്രാക്റ്റീവിനെക്കാളും 3D പ്രിൻറ്റിങ് ചീപ്പർ പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അപ്പം അത് പക്ഷേ പ്രൊഡക്റ്റിനനുസരിച്ച് മാറുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഇമേജ് കണ്ടാൽ നമുക്കതിൻ്റെ ഒരു സബ്ട്രാക്റ്റീവിൻ്റെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം സബ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു കപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഡെപ്തിൽ സബ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ്ങിൽ കട്ട് ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഈ കപ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഈ ഒരു കർവ്ഡ് ഷേപ്പ് സബ്ട്രാക്റ്റീവിൽ കൊണ്ടുവരാൻ പാടായിരിക്കും. ഇപ്പോൾ സബ്ട്രാക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് മില്ലിങ്, ഡ്രില്ലിങ്, ടേണിങ് അതുപോലത്തെ പ്രോസസ്സസ്. പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ ഷാർപ്പ് ഇന്റേണൽ ഫീച്ചേഴ്സ് ഈ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ പാടായിരിക്കും. പിന്നെ സബ്ട്രാക്റ്റീവിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ വർക്ക് പീസ് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മെഷീനിങ് നടക്കുന്നത്. അപ്പം അന്നേരം ഈ ബേസിൻ്റെ അടിയിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ബേസ് എന്ന് പറഞ്ഞ സംഭവം മെഷീനിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് വെച്ചേക്കുമായിരിക്കും എന്തെങ്കിലും ഫിക്സറൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷെ അഡിറ്റീവിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു മെഷീനിങ് ടേബിളിൻ്റെ പുറത്ത് ലെയർ ബൈ ലെയർ മാനുഫാക്ചർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല.